ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് ലേണിംഗ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ആരോമൽ എന്നാണ്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ നിലവിലെ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ വീഡിയോസാണ്. അപ്പോൾ നിലവിൽ നമ്മൾ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക് ആദ്യം ഒന്ന് സ്പീഡിൽ കവർ ചെയ്ത് പോകണം എന്നുള്ളൊരു നമ്മളൊരു ക്വിക്ക് റിവിഷൻ പോലെ പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മോഡൽ എക്സാംസിൻ്റെ സെറ്റും കൂടെ ഉണ്ടായിരിക്കും. അത് നമുക്ക് ഒരു മോക്ക് എക്സാം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് പോലെ തന്നെ നമുക്കത് കണ്ടസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ കണ്ടസ്റ്റ് ചെയ്യാം. നോക്കട്ടെ, നമുക്ക് എക്സാമിന് മുന്നേ ഒരു ലൈവ് സെഷൻ കൂടെ പറ്റുമെങ്കിൽ അതും അറേഞ്ച് ചെയ്യാനുള്ള രീതിയിൽ ഞാനത് ആലോചിക്കുന്നുണ്ട്. അവിടെ നമുക്ക് സെറ്റാക്കാം കേട്ടോ, ആരും പേടിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ രണ്ടാമത്തെ ക്ലാസ്. നമ്മൾ ആദ്യ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചത് സെക്ഷൻ 34 വരെയാണ് അല്ലേ. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അറസ്റ്റ് ഓഫ് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വകുപ്പുകളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകാം. സെക്ഷൻ 35 പ്രകാരം പോലീസിന് എപ്പോഴൊക്കെയാണ് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? സെക്ഷൻ 35 പ്രകാരം പോലീസിന് എപ്പോഴൊക്കെ വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം? വാറന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അറസ്റ്റ് ചെയ്യാനായിട്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് നമ്മൾ വാറന്റ് എന്ന് പറയല്ലേ. കോടതിയിൽ നിന്ന് കൊടുക്കുന്ന ഉത്തരവാണ്. വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ മുന്നിൽ വെച്ച് എന്ത് ചെയ്യണോടെ? ഒരു കോഗ്നിസബിൾ കുറ്റം ചെയ്താൽ സെക്ഷൻ 35 പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റിൽ നിന്നുള്ള ഉത്തരവോ വാറന്റോ കൂടാതെ ഒരാൾ അറസ്റ്റ് ചെയ്യാവുന്ന സന്ദർഭങ്ങളിൽ ഒന്നാമത്തെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ കോഗ്നിസബിൾ കുറ്റം ചെയ്താൽ. ഒരു വ്യക്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ കോഗ്നിസബിൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാളെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതായത്, ഞാനൊരു പോലീസുകാരൻ്റെ മുമ്പ് വെച്ച് ഒരാളെ കുത്തിക്കൊന്നു, അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ ഇനി മജിസ്ട്രേറ്റിന്റെ വാറന്റിന്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അടുത്ത്, പിഴയോടുകൂടിയോ അല്ലാതെയോ, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോവാം. ഓക്കെ, പിഴയോടുകൂടെയോ അല്ലാതെയോ 7 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷ ലഭിക്കാവുന്ന കോഗ്നിസബിൾ കുറ്റകൃത്യം ഒരാൾ ചെയ്തതായിട്ട് വിശ്വസനീയമായ പരാതിയോ വിവരമോ ലഭിക്കുകയോ ബലമായ സംശയം ഉണ്ടാകുകയോ ചെയ്താൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വാറന്റ് ഇല്ലാതെ അയാളെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ 35(1)(b) പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്? കോഗ്നിസബിൾ കുറ്റം ചെയ്തു, പക്ഷേ അത് 7 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയാണ്. മാക്സിമം അത്രയും ലഭിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, അയാൾ ചെയ്തതായിട്ട് വിശ്വസനീയമായ പരാതിയോ വിവരമോ ലഭിക്കുന്നു, അല്ലെങ്കിൽ ബലമായ സംശയമുണ്ട്. അതിനർത്ഥം എന്താ? മുന്നേ വെച്ച് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു വിവരമോ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്രകാരമുള്ള പരാതിയുടെയോ വിവരത്തിൻ്റെയോ സംശയത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ളയാൾ പ്രസ്തുത കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന് ബോധ്യമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണേ? അയാൾ അറസ്റ്റ് ചെയ്യാം. അതായത്, ഇങ്ങനൊരു പരാതി കേട്ടു, അപ്പോൾ ഇവൻ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ പോലീസിനൊരു വിശ്വസിക്കാനുള്ള കാരണം ഉണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ അറസ്റ്റ് ചെയ്യാം. അല്ല എങ്കിൽ ഇവനെ ഈ ഒരു കേസ് അറിഞ്ഞതിന് ശേഷം പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? കൂടുതൽ കുറ്റകൃത്യം ചെയ്യും. അപ്പോൾ കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി അറസ്റ്റ് ചെയ്യാം. പിന്നെന്താ? കുറ്റത്തെപ്പറ്റി വേണ്ട വിധത്തിലുള്ള അന്വേഷണത്തിന് വേണ്ടി. അതായത്, ഈ ഒരു വിവരം ലഭിച്ചു, ഇയാളെ കുറ്റം ചെയ്തിട്ടുണ്ടെന്നൊരു വിവരം ലഭിച്ചു, ഇവൻ പുറത്തേക്ക് പോവാം. ഇവൻ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? ചിലപ്പോൾ അന്വേഷണം നടക്കണമെന്നില്ല, അതല്ലെങ്കിൽ ഇവനെ പിടിച്ച് ചോദ്യം ചെയ്താലേ നമുക്ക് വിവരം കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? കുറ്റത്തെ പറ്റിയുള്ള വേണ്ട വിധത്തിലുള്ള അന്വേഷണത്തിന് വേണ്ടി അറസ്റ്റ് ചെയ്യാം. അപ്പോൾ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്താലാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, ആ വ്യക്തി കൂടുതലായിട്ട് എന്തെങ്കിലും കുറ്റം ചെയ്തില്ലെങ്കിൽ ചെയ്തത് തടയാൻ വേണ്ടി അറസ്റ്റ് ചെയ്യാം. കുറ്റത്തെ പറ്റിയുള്ള അന്വേഷണത്തിന് വേണ്ടി അറസ്റ്റ് ചെയ്യാം. കുറ്റാരോപിതനായ വ്യക്തി തെളിവ് നശിപ്പിക്കാനോ കൃത്രിമം കാണിക്കാനോ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ അറസ്റ്റ് ചെയ്യാം. പിന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ അറിയാവുന്ന ഏതെങ്കിലും വ്യക്തി കോടതിയോടോ പോലീസ് ഉദ്യോഗസ്ഥനോടോ അവ വെളിപ്പെടുത്താതിരിക്കാൻ അയാളെ സ്വാധീനിക്കുമെന്ന് കണ്ടാൽ, അതായത് ഞാനിപ്പോൾ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കോഗ്നിസബിൾ കുറ്റകൃത്യം ചെയ്തു, അപ്പോൾ 35 പ്രകാരം എന്നെ എങ്ങനെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വാറന്റ് ഇല്ല. സാഹചര്യം നോക്കിയോ. ഒന്ന്, ഞാൻ ആ കുറ്റം ചെയ്തു എന്ന് പോലീസുകാരന് ബോധ്യമുണ്ട്, അങ്ങനെയെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ തെളിവെടുത്താൽ മതിയല്ലോ. അടുത്ത രണ്ടാമത്തെ സാഹചര്യം എന്തറിയോ? ഞാൻ കൂടുതലായിട്ടുള്ള കുറ്റകൃത്യം, ഫർദറായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി എന്നെ അറസ്റ്റ് ചെയ്യാം. പിന്നെന്താ പറഞ്ഞേ? കുറ്റത്തെ പറ്റിയുള്ള വേണ്ട വിധത്തിലുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട്. അപ്പം എന്നെ പിടിച്ച് ചോദ്യം ചെയ്താലേ ബാക്കിയുള്ള കുറ്റകൃത്യമൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ദെൻ കുറ്റാരോപിതനായ ഞാൻ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ പുറത്തു നിന്നാലും ഞാൻ തെളിവ് നശിപ്പിക്കാനോ കൃത്രിമം കാണിക്കാനോ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ അറസ്റ്റ് ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളുണ്ടല്ലോ, ഈ സാക്ഷികളെ ഞാൻ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാലും എന്ത് ചെയ്യാടെ? അറസ്റ്റ് ചെയ്യാം. ഇത്തരം സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യാടെ? ഒരു പ്രതിയെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞില്ല, അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്നെ കിട്ടൂല, ഞാൻ മുങ്ങിക്കളയും. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആവശ്യമായ സമയത്ത് ആ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതെ വരും. എന്നാലൊക്കെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. ഇവിടെ ക്രൈറ്റീരിയ 7 വർഷം വരെ തടവ് ശിക്ഷയായിരുന്നു ലഭിക്കാനുള്ള കുറ്റം ചെയ്തുവെങ്കിലാണ്. ഇനി അടുത്ത് സിയിലേക്ക് പോകുമ്പോൾ 7 വർഷത്തിലധികം തടവ് ശിക്ഷയോ വധശിക്ഷയോ നൽകി ശിക്ഷിക്കാവുന്ന ഒരു കോഗ്നിസബിൾ കുറ്റകൃത്യം ഒരു വ്യക്തി ചെയ്തെന്ന് കണ്ടാൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അറസ്റ്റ് ചെയ്യാം. അതായത് 7 വർഷം വരെ ആണെങ്കിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ 7 വർഷത്തിലധികം മുതൽ വധശിക്ഷ വരെയുള്ള കാര്യമാണെങ്കിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അറസ്റ്റ് ചെയ്യാം. ദെൻ
BNSS പ്രകാരമോ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരമോ ഡി പ്രകാരം BNSS പ്രകാരമോ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് വഴിയോ ഒരാൾ കുറ്റക്കാരനെന്ന് വിളംബരം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് BNSS പ്രകാരം അല്ലെങ്കിൽ നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് വഴി ഇവൻ കുറ്റക്കാരനാണെന്ന് മുദ്ര കുത്തിയിട്ടുണ്ടെങ്കിൽ വാറന്റ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത്, ഒരു വ്യക്തി പൊതുസ്ഥലത്ത് നിൽക്കുക, അയാളുടെ കയ്യിൽ കളവ് മുതലാണെന്ന് സംശയിക്കപ്പെടാവുന്ന ഒരു വസ്തു കൈവശം കാണപ്പെടുന്നു. ആ വ്യക്തിയുടെ കയ്യിൽ കളവ് മുതലാണെന്ന് സംശയിക്കപ്പെടാവുന്ന ഒരു വസ്തു കാണപ്പെടുകയും അത് മോഷ്ടിച്ചതാണെന്ന് ന്യായമായി സംശയിക്കപ്പെടുകയും ചെയ്താൽ, നിങ്ങൾ ആലോചിക്കുക, ഞാനൊരു വളരെ മോശം വസ്ത്രവിധാനവുമായിട്ട് കഴുത്തിലൊരു വളരെ വലിയൊരു മാലയുമായിട്ട് പുറത്ത് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. എൻ്റെ കഴുത്തിൽ വളരെ വലിയൊരു സ്വർണ്ണമാലയുണ്ട്, ഞാൻ മോശമായൊരു വസ്ത്രധാരണത്തിലാണ്. അപ്പോൾ ആ എൻ്റെ ഒരു വസ്ത്രധാരണവും അപ്പിയറൻസും ഈ മാലയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പോലീസുകാർക്ക് ന്യായമായി സംശയം വരും ഇവനിത് ഇവിടെ നിന്ന് മോഷ്ടിച്ചതാണെന്ന്, ആ ഒരു സംഭവം. ദെൻ ഒരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കർത്തവ്യ നിർവഹണത്തിൽ തടസ്സപ്പെടുത്തുകയോ നിയമപരമായ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ, അതായത് ഇപ്പോൾ അവിടെ വാറണ്ടൊന്നും വേണ്ട, വേറൊരു കേസിന് ചോദിക്കാൻ പോയതാണ്, അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു, അല്ല എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കർത്തവ്യ നിർവഹണത്തിൽ തടസ്സപ്പെടുത്തി, എന്തിൽ അറസ്റ്റ് ചെയ്യാം? അത് F പ്രകാരമാണ്. ഇനി ജിയിലേക്ക് പോകുമ്പോൾ ഒരാൾ ഏതെങ്കിലും സായുധ സേനയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ആളാണെന്ന് ന്യായമായും സംശയിക്കപ്പെടുമ്പോൾ, ഒരാൾ ഏതെങ്കിലും സായുധ സേനയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ആളാണെന്ന് ന്യായമായി നമുക്ക് സംശയിക്കപ്പെടാനുള്ള കാരണം ഉണ്ടെങ്കിൽ നമുക്ക് അയാൾ എന്ത് ചെയ്യണം മക്കളെ, അയാളെ നമുക്ക് അറസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ പട്ടാളത്തിൽ നിന്നൊക്കെ ഒളിച്ചോടി പോകുന്ന ആൾക്കാരുണ്ട്, അവരെ നമുക്ക് എവിടെ വെച്ച് കണ്ടാലും എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവം കേട്ടോ. ദെൻ Hലേക്ക് പോകുമ്പോൾ ഒരാൾ ഇന്ത്യയിൽ വെച്ച് ചെയ്തിരുന്നെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും ആയിരുന്നൊരു കുറ്റകൃത്യം ഇന്ത്യക്ക് പുറത്തു വെച്ച് ചെയ്യുകയോ ചെയ്തതായി വിവരം ലഭിക്കുകയോ ചെയ്താൽ, ഒരാൾ ഇന്ത്യയിൽ വെച്ച് ചെയ്തിരുന്നുവെങ്കിൽ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റകൃത്യം ഇന്ത്യക്ക് പുറത്തു വെച്ച് ചെയ്തതായിട്ട് വിവരം ലഭിച്ചാൽ, ഒരാൾ ഇന്ത്യയിൽ വെച്ച് ചെയ്താൽ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റകൃത്യം ഇന്ത്യക്ക് പുറത്തു വെച്ച് ചെയ്തതായിട്ട് വിവരം ലഭിച്ചാൽ, ഒരാൾ ഇന്ത്യയിൽ വെച്ച് ചെയ്തിരുന്നുവെങ്കിൽ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റം ഇന്ത്യക്ക് പുറത്ത് ചെയ്തതായിട്ട് വിവരം ലഭിച്ചാൽ നമുക്ക് അറസ്റ്റ് ചെയ്യാം. പിന്നെ മോചിപ്പിക്കപ്പെട്ട കുറ്റവാളി 394 5-ാം വകുപ്പിന് കീഴിൽ ഉണ്ടാക്കപ്പെട്ട ഏതെങ്കിലും ചട്ടം, മോചിപ്പിക്കപ്പെട്ട റിലീസ് ചെയ്തൊരു പ്രതി അല്ലെങ്കിൽ എന്ത് ചെയ്തു, അവൻ ആ ഒരു ചട്ടം ലംഘിച്ചാൽ അവൻ അറസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു വ്യക്തിയുടെ അറസ്റ്റിനായി മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് രേഖാമൂലമോ വാക്കാലോ എന്തെങ്കിലും അഭ്യർത്ഥന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ലഭിച്ചാൽ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് പറഞ്ഞ എന്താണ്, വാറണ്ട് ഇല്ലാതെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക, എടാ ഈ കാര്യങ്ങൾ കേട്ട് ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കി പോയാൽ മതി, അല്ലാതെ എല്ലാം ബൈ ഹാർട്ട് ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാവണമെന്നില്ല. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങൾ എന്താണ് എന്നൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. അതാണ് ഞാനും ഇവിടെ കൂടെ ശ്രമിക്കുന്നത് തന്നെയാണ്, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് തരാനായിട്ട്. ദെൻ സെക്ഷൻ 35(2) 39-ാം വകുപ്പിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു നോൺ കോഗ്നിസബിൾ കുറ്റവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അപ്രകാരം ബന്ധപ്പെട്ടതായി പരാതി ഉന്നയിക്കപ്പെടുകയോ വിശ്വസനീയമായ വിവരം ലഭിക്കുകയോ ന്യായമായ സംശയം നിലനിൽക്കുകയോ ചെയ്യുന്ന യാതൊരാളെയും മജിസ്ട്രേറ്റിൻ്റെ വാറന്റോ ഉത്തരവോ പ്രകാരമല്ലാതെ അറസ്റ്റ് ചെയ്യുവാൻ പാടുള്ളതല്ല. അവിടെ സംഭവം വളരെ ലളിതമാണ്. നോൺ കോഗ്നിസബിൾ കേസാണെങ്കിൽ അയാളെ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവോ അല്ലെങ്കിൽ വാറന്റോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ കാര്യം കൂടെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ 35(3) ഒരാൾ ഒരു കോഗ്നിസബിൾ കുറ്റം ചെയ്തതായിട്ട് സംശയമുണ്ട്, പക്ഷേ ഇപ്പം നിലവിൽ അറസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ല. 35(3) പോകുമ്പോൾ ഒരാളൊരു കോഗ്നിസബിൾ കുറ്റം ചെയ്തതായിട്ട് ന്യായമായി സംശയം നിലനിൽക്കുന്നുണ്ട്, എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാനുള്ള നോട്ടീസ് കൊടുക്കാം. ഈ നോട്ടീസ് ലഭിച്ചാൽ എന്ത് ചെയ്യണം, 35(4) പ്രകാരം അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അപ്രകാരമുള്ളൊരു നോട്ടീസ് ലഭിച്ചാലേ ആ വ്യക്തി അതിലെ നിബന്ധനകൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ഇനി 35(5) പ്രകാരം ഒരു വ്യക്തി നോട്ടീസ് അനുസരിക്കുകയും അയാൾക്കെതിരെ തെളിവുകളൊന്നും ഇല്ല എങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ 35(3) പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എൻ്റെ പേരിലൊരു കോഗ്നിസബിൾ കുറ്റം ചെയ്തതായിട്ട് സംശയമുണ്ട്, പക്ഷേ നിലവിൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല, അപ്പോൾ എനിക്ക് സ്റ്റേഷനിൽ ഹാജരാവാനായിട്ട് നോട്ടീസ് തരാം. ഈ നോട്ടീസ് ഞാൻ നോട്ടീസിൽ കുറേ ഇപ്പോൾ ജില്ല വിട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ കാണും, അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. 35(5) ഞാൻ നോട്ടീസ് അനുസരിച്ചു, എനിക്കെതിരെ വേറെ തെളിവൊന്നും ഇല്ല എങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യില്ല. 35(5) 35(6) പോകുമ്പോഴേ നോട്ടീസ് നൽകപ്പെട്ട വ്യക്തി നോട്ടീസിലെ നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ തിരിച്ചറിയൽ വിവരങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം പോലീസിന് അയാൾ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ നോട്ടീസ് ലഭിച്ച വ്യക്തി നോട്ടീസിലെ നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ തിരിച്ചറിയൽ വിവരങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാം. 35(7) പ്രകാരം ഡെപ്യൂട്ടി സൂപ്പർ, അതായത് എന്താ പറയുക, നോട്ടീസ് ലംഘിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഐ ഡി പ്രൂഫോ കാര്യങ്ങളോ കൊടുക്കാതിരുന്നാൽ അറസ്റ്റ് ചെയ്യും കേട്ടോ. 35(7) ഡെപ്യൂട്ടി സൂപ്രണ്ട് റാങ്കിലോ അതിന് മുകളിലോ ഉള്ള പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെ 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തതോ രോഗബാധിതനായ വ്യക്തിയെയോ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയെയോ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ ക്രൈറ്റീരിയ ഇതാണ്,
ഒന്നുകിൽ 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം ചെയ്ത ഒരാൾ, പിന്നെ രോഗബാധിതനായ വ്യക്തി അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയെ ഡിവൈഎസ്പിയുടെ അനുമതിയോടുകൂടെ മാത്രമേ, അല്ലെങ്കിൽ ഡിവൈഎസ്പിയോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടെ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ 35(7). അപ്പോൾ സെക്ഷൻ 35 എന്താണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എപ്പോഴൊക്കെ അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്നാണ് മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളിൽ വിശദമാക്കിയത്. അപ്പോൾ അത് സംശയമുള്ള ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. വേറൊന്നുമല്ല, കാര്യം നമ്മൾ ടൈം ഒരുപാട് ലാഗ് അടിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ഒരു മടുപ്പ് അനുഭവപ്പെടും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് സീക്ക് ചെയ്തിട്ട് കണ്ടിട്ട് വരിക കേട്ടോ. ഓക്കെ, ദെൻ സെക്ഷൻ 36ലേക്ക് പോകുമ്പോൾ അറസ്റ്റിൻ്റെ ഇത് എളുപ്പമാണ്. 36 എളുപ്പമാണ്. അറസ്റ്റിൻ്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യവും. നിങ്ങൾ പോലീസിലൊക്കെ കയറിയതിന് ശേഷമേ അറസ്റ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായാലും ചെയ്യേണ്ടതെന്ന് നോക്കിയോ. ഒരാൾ അറസ്റ്റ് നടത്തുമ്പോൾ ഇതേപോലെ റിലേറ്റ് ചെയ്ത് വേറെ സെക്ഷൻ കൂടെ നമ്മൾ പഠിക്കുകയെ. അപ്പോൾ ഞാൻ 36 തിരിച്ചെടുത്ത് ചോദിക്കും. സെക്ഷൻ 36 അറസ്റ്റിൻ്റെ നടപടിക്രമവും അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളും. BNSS പ്രകാരം അറസ്റ്റ് നടത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തൊക്കെ ചെയ്യണം? 36A പ്രകാരം അനായാസം തന്നെ തിരിച്ചറിയുന്ന വിധം കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു നെയിം പ്ലേറ്റ് ധരിച്ചിരിക്കണം. 36A പ്രകാരം അനായാസമായി തന്നെ തിരിച്ചറിയുന്ന വിധം കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു നെയിം പ്ലേറ്റ് ധരിച്ചിരിക്കണം. 36B ആ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം. അറസ്റ്റ് മെമ്മോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന വ്യക്തി ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര സമയത്ത് ഇന്ന കുറ്റകൃത്യം ചെയ്തതിന് ഇത്ര വകുപ്പുകൾ പ്രകാരം അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇതാണ് അറസ്റ്റ് മെമ്മോ. ഇത്രയേ ഉള്ളൂ. അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണം. 36A പ്രകാരം നെയിം ബോർഡ് ക്ലിയർ ആയിരിക്കണം. ബിയിൽ അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം. ഇനി ബിയിൽ 1 പ്രകാരം ഈ മെമ്മോറാണ്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗം അല്ലെങ്കിൽ ഈ അറസ്റ്റ് നടക്കുന്ന സ്ഥലത്തെ സ്വദേശവാസിയും ബഹുമാന്യനുമായ ഒരു വ്യക്തിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. അതായത് ആ നാട്ടിലൊരു കിടിലോട്ടുള്ള ഒരുത്തം കാണുമല്ലോ, അവനെ കൊണ്ടത് സാക്ഷ്യപ്പെടുത്തണം. അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലാരും കിട്ടിയില്ലെങ്കിൽ, അതായത് ഈ അറസ്റ്റ് ക്ഷമിക്കുക നാക്കൊന്നുളുകിപ്പോയി. അപ്പോൾ നമ്മുടെ അറസ്റ്റ് ചെയ്ത പ്രതിൻ്റെ ബന്ധുക്കൾ ആരെയും കിട്ടിയില്ല എങ്കിൽ നാട്ടിലെ പ്രമുഖനായ ഒരു വ്യക്തിനെ കൊണ്ട് അവിടെ ഒപ്പിടിക്കണം എന്നാണ്. ഈ എന്നാത്താം കേസൂട് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, മറ്റേ കുഞ്ചാക്കോവിനെ പട്ടി കടിക്കുന്ന ആ ഒരു ആ പ്രമേയമുള്ള ആ സിനിമക്കകത്ത് അത് CRPCയിലെ വകുപ്പുകളാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് എക്സാമ്പിളായിട്ട് എടുക്കാത്തത്. നിങ്ങൾ മുൻപൊക്കെ പഴയ ഷോർട്സൊക്കെ നോക്കിയാൽ കാണാൻ അതിനകത്ത് ആ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോട്ടെ, ഇപ്പം നമുക്കത് വെച്ച് പറയാൻ പറ്റില്ല, ഒരു സെക്ഷൻ നമ്പർ മൊത്തം മാറിയുണ്ട്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഇത് കാണിക്കും, ആ MLAനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നേ കാണിക്കും. 36B മെമ്മോറാണ്ടം എന്നിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കൊണ്ട് ഒപ്പിടിക്കണം. എന്നിട്ട് അറസ്റ്റ് മെമ്മോ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കൊണ്ട് ഒപ്പിടിക്കണം. ബിയിൽ 1 പറഞ്ഞത് മെമ്മോ സാക്ഷ്യപ്പെടുത്തണം. ബിയിൽ 2 മെമ്മോറാണ്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കൊണ്ട് ഒപ്പിടിക്കണം. ഇനി 36C പ്രകാരം ആ മെമ്മോറാണ്ടം സാക്ഷ്യപ്പെടുത്തുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ ഒരു അംഗമല്ല എങ്കിൽ തൻ്റെ അറസ്റ്റിനെ പറ്റി അയാൾ നിർദ്ദേശിക്കുന്ന ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ അറിയിക്കുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിനെയോ അറിയിക്കാൻ അയാൾക്ക് അവകാശമുണ്ട് എന്ന് ആ വ്യക്തിയെ പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിക്കണം. എന്തെന്നറിയോ, ഇപ്പം നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ 36C പ്രകാരം ആ പോലീസുകാരൻ പറയും, നിന്നെ ഇന്ന കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്, ഇന്ന സ്റ്റേഷനിലാണ് കൊണ്ടുപോകുന്നത്, നിനക്ക് ആരെങ്കിലും വിളിച്ച് പറയാനുണ്ടെങ്കിൽ വിളിച്ച് പറയാം, വിളിച്ച് പറഞ്ഞിരിക്കണം. മനസ്സിലായോ? അത് അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും, ഉറപ്പായും വിളിച്ച് പറഞ്ഞിരിക്കണം എന്നുള്ള കേസ്. ഓക്കെ, അപ്പോൾ 36 ക്ലിയറായി. അറസ്റ്റ് ഉള്ള സംഭവം എന്താ പറയുക, നമ്മുടെ അറസ്റ്റിൻ്റെ നടപടിക്രമവും അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളാണ്. അറസ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്നല്ല നമ്മൾ പഠിച്ചേ, അറസ്റ്റിൻ്റെ നടപടിക്രമം. 36 അറസ്റ്റിൻ്റെ നടപടിക്രമം, അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യം. 35 പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് നെയിം പ്ലേറ്റ് ധരിക്കണം, മെമ്മോ തയ്യാറാക്കണം, പ്രതിനെ കൊണ്ട് ഒപ്പിടിക്കണം, അതുപോലെ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തണം. സാക്ഷ്യപ്പെടുത്തിയത് ബന്ധു അല്ല എങ്കിൽ വിളിച്ചറിയിക്കാൻ അവകാശമുണ്ട് എന്ന് അറിയിക്കുകയും വേണം. 37 ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ. നിങ്ങളുടെ പേരിലേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഫിസിക്കലൊക്കെ കഴിഞ്ഞു, നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടു, അഡ്വൈസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC വാങ്ങിക്കൊടുക്കണം. ആ സമയത്ത് നിങ്ങൾ സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ പേരിൽ ഏതൊക്കെ കേസുണ്ടോ ആ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പഴയ പെറ്റി കേസുകളാവാം, കോളേജിൽ പഠിച്ച സമയത്ത് സ്കൂളിൽ പഠിച്ച സമയത്ത് തല്ല് കേസുകളാവാം, അതൊക്കെ ഒതുക്കി തീർത്തോളണം കേട്ടോ. അതൊക്കെ കേസായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒതുക്കി തീർത്തോളണം, അല്ലെങ്കിൽ പിന്നീട് നല്ല രീതിയിൽ പണിയിട്ടും അത് കാര്യം നമ്മളപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകും. അതിലോട്ട് പോകരുതേ. അപ്പോൾ സെക്ഷൻ 37 ചുമതലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ. അതെങ്ങനെയെന്നറിയോ പോകുന്നേ, സ്റ്റേഷൻ അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും ഒരു പോലീസ് കൺട്രോൾ റൂം ഉണ്ടായിരിക്കും. ഓക്കെ, 37A പ്രകാരം സംസ്ഥാന സർക്കാർ ഓരോ ജില്ലയിലും സംസ്ഥാന തലത്തിലും ഒരു പോലീസ് കൺട്രോൾ റൂം സ്ഥാപിക്കേണ്ടതാണ്. എന്നിട്ട് 37B പ്രകാരം ഓരോ ജില്ലയിലും ഓരോ പോലീസ് സ്റ്റേഷനിലും ASI റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസറെ അതിനായി ചുമതലപ്പെടുത്തണം. എന്നിട്ട് എന്താ പറഞ്ഞേ, 37B പ്രകാരം ഓരോ ജില്ലയിലും ഓരോ പോലീസ് സ്റ്റേഷനിലും ASI റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തണം. എന്തിനെന്ന് പറഞ്ഞുതരാം.
അങ്ങനെ ചുമതലപ്പെടുത്തിയ ഓഫീസർ അറസ്റ്റ് ചെയ്ത വ്യക്തികളുടെ പേരും മേൽവിലാസവും അവരുടെ മേൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളുടെ സ്വഭാവം എന്നിങ്ങനെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ഉൾപ്പെടെ ഓരോ പോലീസ് സ്റ്റേഷനിലും ജില്ലാ ആസ്ഥാനത്തും സമർപ്പിക്കണം. നമ്മൾ ചെല്ലുമ്പം തന്നെ നമ്മുടെ ആധാർ കാർഡും ഡീറ്റെയിലും ഒക്കെ വാങ്ങിച്ചിട്ട് കമ്പ്യൂട്ടറിൽ അടിച്ചങ്ങ് കയറ്റും. അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. കാര്യം എന്താ, 37 അതിനുവേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തി അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇയാൾ അത് സിസ്റ്റത്തിൽ ആഡ് ചെയ്ത് വെക്കും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചോ. 37 ചുമതലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അത് കൺട്രോൾ റൂമും ഉണ്ട്, അത് ASI റാങ്കിൽ കുറയാതെ എങ്ങനെയാണ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലും ഉണ്ട്, ജില്ലാടിസ്ഥാനത്തിലും ഉണ്ട്. അപ്പോൾ ഇത് ക്രോസ് ചെക്ക് ചെയ്ത് എന്തായിരുന്നാലും ഒരു സ്റ്റേഷനിൽ നിങ്ങളെ പിടിച്ചു. വെറുതെ നിങ്ങളുടെ ആധാർ നമ്പർ സിസ്റ്റത്തിൽ അടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേരിലുള്ള എല്ലാ കേസും മനസ്സിലാവും കേട്ടോ. അതൊക്കെ ഉണ്ട്, ആലോചിക്കുക. ദെൻ 38 ചില സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. 38 എന്ന് പറയുമ്പോഴേ സെക്ഷൻ 38 പറയാ, ചോദ്യം ചെയ്യലിൽ ഉടനീളം അല്ലെങ്കിൽ പോലും താൻ തിരഞ്ഞെടുത്ത ഒരു അഭിഭാഷകനെ കാണുവാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്കുള്ള അവകാശം. സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടോ, ചോദ്യം ചെയ്യുമ്പോൾ എൻ്റെ വക്കീൽ വന്നിട്ട് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയല്ലേ. അപ്പം അങ്ങനെ ഒരു അവകാശം പ്രതിക്കുണ്ട്, പക്ഷേ അത് ത്രൂ ഔട്ട് അല്ല. അപ്പം 38 ആലോചിക്കുക, ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് താൻ തിരഞ്ഞെടുത്ത ഒരു അഭിഭാഷകനെ കാണുവാൻ അറസ്റ്റ് ചെയ്ത വ്യക്തിക്കുള്ള അവകാശത്തെ പറ്റി വിശദമാക്കുന്നതാണ് സെക്ഷൻ 38. ഏതെങ്കിലും ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് ചോദ്യം ചെയ്യലിൽ ഉടനീളം അല്ലെങ്കിലും താൻ തിരഞ്ഞെടുത്ത ഒരു അഭിഭാഷകനെ കാണുവാൻ ആ വ്യക്തിക്ക് എന്താണ് അവകാശം ഉണ്ടായിരിക്കും. അത് സെക്ഷൻ 38 ആണ്. ഇനി 39ലേക്ക് പോകുമ്പോൾ പേരും വാസസ്ഥലവും പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റ്. അത് നല്ല രസമാണ് കേട്ടോ, അതിലോട്ട് ഞാൻ പറയാം. സെക്ഷൻ 39 പേരും വാസസ്ഥലവും പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റ്. 39(1) പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഒരു നോൺ കോഗ്നിസബിൾ കുറ്റം ചെയ്യുകയോ ചെയ്തതായി കുറ്റാരോപണം ചെയ്യപ്പെട്ട ഒരാൾ തൻ്റെ പേരും സ്ഥലവും പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിച്ചാലും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന് കളവാണെന്ന് വിശ്വസിക്കാൻ കാരണമുള്ള പേരോ വാസസ്ഥലമോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ അയാളെ ആ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാം. ഇനി ആ കാര്യത്തിലോട്ട് വരാം. നിങ്ങളും ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടും കൂടെ ഒരു സ്ഥലത്ത് കറങ്ങാനായിട്ട് പോയെന്ന് വിചാരിച്ചു. അവിടെ വെച്ച് നിങ്ങളും ഗേൾ ഫ്രണ്ടും തമ്മിൽ വഴക്കുണ്ടാവുന്നു. ഈ വഴക്കുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ശല്യം, പൊതുജന ശല്യമായിട്ട് മാറുമല്ലോ. ഈ പൊതുജന ശല്യം എന്ന് പറയുന്നത് ഒരു നോൺ കോഗ്നിസബിൾ കുറ്റം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളോട് ചോദിച്ചു, എന്താ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിൽ ആ മാസ് ഹീറോ ഉണർന്നിട്ട് നിങ്ങൾ പറഞ്ഞു, ഞാൻ എന്തിനും നിങ്ങളോട് പേര് പറയണം, എനിക്ക് ഐഡൻറ്റിറ്റി പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ കുട്ടിയാരും നിങ്ങൾ എന്താ അറിയേണ്ട ആവശ്യം, ഇതെൻ്റെ ആരായ നിങ്ങൾക്ക് എന്താണെന്ന് തിരിച്ചു ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ഇതാ പറഞ്ഞേ, തിരിച്ചറിയൽ രേഖകൾ കൈമാറിയില്ല, പേരും മേൽവിലാസവും അല്ലെങ്കിൽ പേരും വാസസ്ഥലവും പറഞ്ഞില്ല. പോലീസുകാർ പൊതുവേ ചോദിക്കുന്ന ചോദ്യം ആര് എവിടെ നിന്ന് വന്ന് എവിടെ പോകണം. ഈവൻ വണ്ടി കൈയാണിച്ചുള്ള ചെക്കിങ്ങിൽ പോലും അങ്ങനെ ചോദ്യം നാളെ നിങ്ങളും ചോദിക്കും. നിങ്ങൾ ഇതിന് മുന്നേ ചോദ്യം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്താ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കാര്യങ്ങൾ പറയണം. പറഞ്ഞില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞത് കളവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 39(1) പ്രകാരം ഒരു നോൺ കോഗ്നിസബിൾ കുറ്റം ചെയ്യുകയോ ചെയ്തതായി സംശയമുള്ള ഒരാൾ അയാൾ അതിനെപ്പറ്റി പറയുവാണ്. പറയുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് പറ്റിയടേ, പോലീസ് ഉദ്യോഗസ്ഥന് ഇവൻ കള്ളമാണ് പറയുന്നൊരു സംശയം തോന്നി, ഇങ്ങനെ അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. ഇനി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാ ഈ കിടക്കുന്ന ആൾക്കാരെല്ലാം പിടിച്ചിട്ടാ സ്റ്റേഷനിൽ സ്ഥലമുണ്ടാ ഇല്ല. അപ്പോൾ 39(2) പ്രകാരം മുകളിൽ പറഞ്ഞ പോലെ കുറ്റാരോപിതനായ ഒരു വ്യക്തി തൻ്റെ പേരും വാസസ്ഥലവും വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആവശ്യപ്പെടുമ്പോൾ ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാകുന്നതിലേക്കായി ഒരു ബോണ്ടിലോ ജാമ്യത്തിലോ ആ വ്യക്തിയെ മോചിപ്പിക്കാം. അതായത് ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി, അപ്പോൾ ആശാന് മനസ്സിലായി കാര്യം കയ്യിൽ നിൽക്കില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഇവ ഐഡൻറ്റിറ്റി കാർഡും എല്ലാ കാര്യങ്ങളും എടുത്തു കൊടുത്ത് ഇവ ഇന്ന ആളാണെന്ന് പറഞ്ഞ് ആശാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സ്വന്തം ബോണ്ടിലോ അല്ലെങ്കിൽ ആൾ ജാമ്യത്തിലോ അവനെ ഹാജരാക്കിക്കൊള്ളാന്നുള്ള വ്യവസ്ഥയിൽ എന്ത് ചെയ്യും, ആളെ പറഞ്ഞു വിടും. ഓക്കെ. എന്നാലേ അങ്ങനെ ഇപ്പോൾ ഈ പയ്യൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഇന്ത്യക്കാരിയല്ല, അതൊരു വിദേശ വനിതയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആൾ ഇന്ത്യയിലെ താമസക്കാരനല്ലെങ്കിൽ സ്വന്തം ജാമ്യത്തിൽ വിടത്തില്ല, ആൾ ജാമ്യക്കാരൻ വേണം. ആൾ ജാമ്യക്കാരനോ അല്ലാതെ ജാമ്യക്കാരനോ ഉണ്ടെങ്കിൽ മാത്രമേ ജാമ്യം ഉറപ്പാക്കിയേ കൊടുക്കത്തുള്ളൂ, സ്വന്തം ബോണ്ടിൽ വിടത്തില്ല. ആ ഒരു കാര്യം ആലോചിക്കുക. അപ്പോൾ 39(1) പേരും വാസസ്ഥലവും പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റിനെ പറ്റിയാണ് പറഞ്ഞത്. ഫേക്കായിട്ട് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. 39(2) അങ്ങനെയുള്ള ആൾക്കാർ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കിയേ വിടും. ഇനി 39(3) മുകളിൽ പറഞ്ഞതുപോലെ ചെയ്ത് കുറ്റാരോപിതനായ ഒരു വ്യക്തി ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി 24 മണിക്കൂറായിട്ടും ഇവൻ ആരെന്നോ എന്തെന്നോ അറിയില്ല, അതുപോലെ ബോണ്ടോ ജാമ്യാപേക്ഷ നടപ്പിലാക്കിയില്ല, അവൻ്റെ തിരിച്ചറിയൽ രേഖകൾ പരാജയപ്പെടുന്നു, അതുപോലെ തന്നെ ബോണ്ടോ ജാമ്യാപേക്ഷയ്ക്കായിട്ട് ആരും വന്നില്ല എങ്കിൽ എന്തുകൂടെ അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറിനപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യക്തിയെ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. മജിസ്ട്രേറ്റിനടുത്ത് ഹാജരാക്കി മജിസ്ട്രേറ്റിൻ്റെ തീരുമാനം അനുസരിച്ച് റിമാൻഡ് ചെയ്യുകയോ മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അത് ഒന്ന് ക്ലിയർ ആയി എന്ന് മനസ്സിലാവുന്ന കാര്യം, ഇത് ഇയാളെ ഇവൻ്റെ ഐഡൻറ്റിറ്റി ക്ലിയർ ആയില്ല, ആരും ജാമ്യത്തിൽ എടുക്കാൻ വന്നുമില്ല. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക,
ആളിനെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഓക്കെ, റിമാൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യം മജിസ്ട്രേറ്റാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ 39(3) ഐഡൻറ്റിറ്റിയോ വാസസ്ഥലമോ റിവീൽ ചെയ്തില്ല എങ്കിൽ 24 മണിക്കൂർ വരെയും ജാമ്യത്തിലെടുത്തില്ല എങ്കിലും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. 39 ക്ലിയർ ആണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻ 40. സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റും, അറസ്റ്റാണ്, അറസ്റ്റ് അല്ല, ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങ് പോയി, അറസ്റ്റും അങ്ങനെയുള്ള അറസ്റ്റ് ചെയ്താലുള്ള നടപടിക്രമം. സ്വകാര്യ വ്യക്തി, ഞാനും നീയും അടങ്ങുന്ന സ്വകാര്യ വ്യക്തികൾക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് പഠിക്കേണ്ട ഒരു വാക്കുണ്ട്, ഇത് വരച്ചിട്ട് പഠിച്ചോളാം. സെക്ഷൻ 40(1) പ്രകാരം ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും കോഗ്നിസബിളുമായ ഒരു കുറ്റം തൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന വ്യക്തിയെയോ കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട വ്യക്തിയെയോ ഒരു സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ സെക്ഷൻ 40(1) പ്രകാരം ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും കോഗ്നിസബിളുമായ ഒരു കുറ്റം തൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട വ്യക്തിയെയോ ഒരു സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാം. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നയാളെ 6 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. തൊട്ട് മുന്നേ വെച്ചൊരു കുറ്റം ചെയ്ത ആളിനെ സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാം, പിടിച്ചെട്ടി പോലീസ് ചെയ്യിപ്പിച്ചെന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ അനാവശ്യ കാലതാമസം ഉണ്ടാക്കാതെ 6 മണിക്കൂർ. അപ്പോൾ ഇത് ചോദിക്കും, സ്വകാര്യ വ്യക്തി അറസ്റ്റ് ചെയ്യുമ്പോൾ എത്ര മണിക്കൂറിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം? 6 മണിക്കൂർ. അത് വിശദമാക്കുന്ന സെക്ഷൻ BNSSന്റെ സെക്ഷൻ 40(1) പ്രകാരമാണ് 6 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ടതാണ്. ഇനി അപ്രകാരം 40(2) പ്രകാരം ഒരു സ്വകാര്യ 42 പറയുന്നത് എങ്ങനെയാണ്? സ്വകാര്യ വ്യക്തി 35(1) പ്രകാരമുള്ളൊരു കുറ്റമാണ് ചെയ്ത ആളെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ എന്ത് ചെയ്യാടെ? പോലീസ് ഉദ്യോഗസ്ഥനെ അയാളെ കസ്റ്റഡി വയ്ക്കാം. 35(1) എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്തിട്ടാണ് ഇവൻ വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാടെ? ഇവനെ നമുക്ക് അറസ്റ്റ് ചെയ്യാം. ദെൻ 40(3) ഒരു വ്യക്തി നോൺ കോഗ്നിസബിൾ കുറ്റം ചെയ്തിട്ടുള്ളതായി സംശയിക്കപ്പെടുകയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ തൻ്റെ പേരും വാസസ്ഥലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിക്കുകയോ തെറ്റിച്ചു പറഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ അയാളെ 39-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യും. എന്നാൽ ആ വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ മതിയായ കാരണമില്ലെങ്കിൽ അയാളെ ഉടൻ വിട്ടയക്കുക. അതായത് നാട്ടുകാർ പിടിച്ചു കെട്ടി പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കുക. അതായത് ഇവൻ എന്തോ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവനെ പിടിച്ചു കെട്ടി പോലീസിൽ ഏൽപ്പിക്കുന്നത്. പോലീസുകാർ ചോദിക്കുമ്പോൾ വാസസ്ഥലമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെയെങ്കിൽ 39-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാം. എന്നാൽ ആ വ്യക്തി എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കാരണമില്ലെങ്കിൽ അയാളെ വിട്ടയക്കേണ്ടതാണ്. അത് നമ്മൾ 40 എന്ന് പറഞ്ഞാൽ മനസ്സിലായ 39 പോലീസുകാരെ നേരിട്ട് ഒന്ന് ചോദിക്കുന്നത്, 40 നാട്ടുകാർ അടിയോടും എന്താ പറയുക, നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയിരിക്കുമ്പോൾ നാട്ടുകാർ പിടിച്ചെട്ടി പോലീസ് ഏൽപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ. 40 അപ്പോൾ തിരിച്ചറിയൽ രേഖകൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാം. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ഇവൻ വേറെ പ്രശ്നക്കാരനല്ലെങ്കിൽ പറഞ്ഞുവിടാം. അതാണ് 40. അപ്പോൾ സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റാണ് ഏതി പറഞ്ഞ മക്കളെ സെക്ഷൻ 40 പറഞ്ഞത്. ഓക്കെ. ദെൻ 41 മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ്. സെക്ഷൻ 41 എന്താണ്? മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ്. സെക്ഷൻ 41(1) പ്രകാരം ഒരു മജിസ്ട്രേറ്റിന്, ആ മജിസ്ട്രേറ്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ ആവാം, തൻ്റെ സാന്നിധ്യത്തിൽ ഏതെങ്കിലും കുറ്റം ചെയ്യുന്നയാളെ തൻ്റെ അധികാര പരിധിക്കുള്ളിൽ സ്വയം അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കുകയോ ചെയ്യാം. അതെന്താ സംഭവം? സെക്ഷൻ 41 പ്രകാരം ഒരു മജിസ്ട്രേറ്റിന്, വെദർ ഹീസ് എക്സിക്യൂട്ടീവ് ഓർ ജുഡീഷ്യൽ, തൻ്റെ സാന്നിധ്യത്തിൽ ഏതെങ്കിലും കുറ്റം ചെയ്യുന്നയാളെ, അത് എന്ത് കുറ്റമാവാം, അയാളെ സാന്നിധ്യത്തിൽ തൻ്റെ അധികാര പരിധിയിൽ കുറ്റം ചെയ്യുന്നയാളെ ഒന്നിൽ സ്വയം അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാം. 41(2) പ്രകാരം മജിസ്ട്രേറ്റിന് തൻ്റെ അധികാര പരിധിക്കുള്ളിൽ ഏത് സമയത്തും തൻ്റെ സാന്നിധ്യത്തിലും അറസ്റ്റ് ചെയ്യുന്നതിനായിട്ട് വാറൻറ്റും കൊടുക്കാം. അപ്പോൾ മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റാണ് 41 പറയുന്നത്. നിങ്ങൾ ആലോചിക്കാം, നമ്മുടെ ഈ ആടുതോമ നമ്മുടെ മജിസ്ട്രേറ്റിനെ തടയുന്ന ഒരു സീനുണ്ടല്ലേ, വെൺമണി വിഷ്ണുവിൻ്റെ സപ്താഹം കാണാൻ പോകണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്, ആ സീനിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാടെ, നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ ഈ സെഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ സീനിൽ നമുക്ക് ഈസി മനസ്സിലാവുന്ന കാര്യമാണ്, ഒരു മജിസ്ട്രേറ്റിൻ്റെ പവർ വെച്ചിട്ട് ഒന്നിൽ അയാൾക്ക് സ്വയം അറസ്റ്റ് ചെയ്യാം, അതിനുള്ള ആരോഗ്യം അയാൾക്ക് ഇല്ല എങ്കിൽ ആരോടെങ്കിലും സഹായം ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാടെ നമ്മുടെ മറ്റൊരാൾക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് വാറണ്ട് നൽകുകയോ ഇഷ്യൂയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. 41 മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റ്. 42 സായുധ സേനകളിലെ അംഗങ്ങൾക്ക് അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം. ഇത് ശ്രദ്ധിച്ചു പഠിച്ചോളണം. സായുധ സേനകളിലെ അംഗങ്ങൾക്ക് അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം. നിങ്ങളൊരു കുറ്റം ചെയ്തു, നിങ്ങളുടെ പേരിൽ നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, കുറ്റം ചെയ്തു, നിങ്ങൾ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല. ഡ്യൂട്ടിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അറസ്റ്റ് ചെയ്യുള്ളേ. അറസ്റ്റ് ചെയ്യൂലെന്നല്ല അതിൻ്റെ അർത്ഥം, പറഞ്ഞുതരാം. 42(1) പ്രകാരം സായുധ സേനയിലെ ഒരു അംഗത്തെയും കേന്ദ്ര സർക്കാരിൻ്റെ സമ്മതം നേടിയ ശേഷമല്ലാതെ തൻ്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുമ്പോൾ ആ വ്യക്തി ചെയ്തതോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ ഒന്നിനും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. സംഭവത്രേ ഉള്ളൂ.
നിങ്ങൾ ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ പേരിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് വെറുതെ വിടുന്നല്ല, ഡ്യൂട്ടിയിൽ നിന്ന് അപ്പം തന്നെ റിലീവ് ചെയ്യിപ്പിക്കും, അപ്പം തന്നെ അറസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് കാര്യമേ. റെസ്പെക്റ്റ് കൊടുക്കുന്നത് നിങ്ങളെന്ന വ്യക്തിക്കല്ല, നിങ്ങൾ ധരിച്ചിരിക്കുന്ന യൂണിഫോമിനും നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ വഹിക്കുന്ന പദവിക്കുമാണ് റെസ്പെക്റ്റ്. നിങ്ങൾ ആ പൊസിഷൻ, ഞാൻ പറഞ്ഞില്ലേ കസേരക്കാണ് വിലയെന്ന് പറഞ്ഞില്ലേ, ആ പദവിക്കാണ് റെസ്പെക്റ്റ്, അല്ലാതെ വ്യക്തിക്കല്ല. 35, 39, 41 വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന വസ്തുതകൾ ഈ സാഹചര്യത്തിൽ ബാധകമല്ല. അതായത് അവിടെ നമ്മൾ പറഞ്ഞില്ലേ 35, 39, 41 ഇത് ബാധകമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാഹചര്യത്തിൽ അത് വാലിഡ് ആവത്തില്ല. കാര്യം സായുധ സേനയിൽ അംഗമാകുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ചുമതല വേണം. അത് പട്ടാളക്കാരുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. സായുധ സേന 42-ൽ 1. എന്നാൽ 42-2 പ്രകാരമേ നമ്മളെ പോലീസുകാർക്കും ഈ സാധനമുണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിൽ പൊതുസമാധാനം പാലിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള സേനയിലെ അംഗങ്ങളുടെ കാര്യത്തിലും 1-ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ സേനയിലെ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ പോലീസ് സേനയിലെ അംഗങ്ങളെയും എന്ത് ചെയ്യാൻ പാടില്ലടേ, അറസ്റ്റ് ചെയ്യാൻ പാടുള്ളത് അല്ല. ഓർമ്മിച്ചോളുക. ദെൻ 43 അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ? നമ്മൾ നേരത്തെ 36 പഠിച്ചത് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യം. 43-ൽ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളൊരാളെ പിടിക്കാൻ പോവുകയാണ്, അറസ്റ്റ് ചെയ്യുക, ഒരു കള്ളനെ പിടിക്കാൻ പോവുക, എങ്ങനെ അറസ്റ്റ് ചെയ്യുക? 43-ൽ 1 ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിക്ക് വിധേയനാകുന്നില്ലെങ്കിൽ, ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അയാൾ വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിക്ക് വിധേയനാകുന്നില്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റു വ്യക്തിയോ അയാളുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നില്ലേ, കസ്റ്റഡിക്ക് വിധേയനാവുന്ന അയാളെ പിടിച്ചു നിർത്താം, ശരീരത്തിൽ സ്പർശിക്കാൻ തടഞ്ഞു നിർത്താം. പക്ഷേ 43-1 പ്രകാരം അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്ത്രീയാണെങ്കിൽ അവിടെ തടഞ്ഞു നിർത്തേണ്ടത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിരിക്കണം. അല്ലാതെ മെയിലായിട്ടുള്ള ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ പരാതി വേറെ രീതിയിൽ വരും. സ്ത്രീ ആണെങ്കിൽ തടഞ്ഞു നിർത്താം, പക്ഷേ വനിതാ പോലീസ് തടയാവും. അപ്പോൾ സെക്ഷൻ 43 അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ? 43-ൽ 1 പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിക്ക് വിധേയനാകുന്നില്ലെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റു വ്യക്തിക്കോ അയാളുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യാം. ഇനി സ്ത്രീയാണ് പ്രതിയെങ്കിൽ അവിടെ എന്താ പറഞ്ഞേ, സ്ത്രീകൾ തന്നെ ആയിരിക്കണം അറസ്റ്റ് ചെയ്യുമ്പോൾ ശരീരത്തിൽ സ്പർശിക്കേണ്ടത്. അടുത്ത് ഒരു വ്യക്തി തൻ്റെ അറസ്റ്റിനെ ബലാത്കാരമായി എതിർക്കുകയാണ്. ഒരു വ്യക്തി തൻ്റെ അറസ്റ്റിനെ എന്ത് ചെയ്യുവാണ്, ബലാത്കാരമായിട്ട് എതിർക്കുകയാണ്. അങ്ങനെ ബലാത്കാരമായിട്ട് എതിർക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് അറസ്റ്റ് നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ മാർഗവും, ഓടിക്കഴിഞ്ഞാൽ ഓട്ടിച്ചിട്ട് പിടിക്കാം, അടിക്കുകയാണെങ്കിൽ അടിച്ച് ഒതുക്കി പിടിക്കാം. ആ ഒരു കാര്യം മനസ്സിലാക്കുക, ഏത് രീതി വേണം. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. അത് നമ്മൾ 43-ൽ 4 പറയും. നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലേ, ആൾക്കാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ചില കേസസിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകും, ചിലപ്പോൾ വിലങ്ങ് വയ്ക്കില്ല. എന്താണ് ഈ വിലങ്ങ് വയ്ക്കാനുള്ള സാഹചര്യം? നമുക്ക് നോക്കാം. 43-3 പ്രകാരം താഴെ പരാമർശിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കുറ്റകൃത്യത്തിൻ്റെ തീവ്രതയും സ്വഭാവവും കണക്കിലെടുത്ത് അറസ്റ്റ് ചെയ്യുമ്പോഴും കോടതിയിൽ ഹാജരാക്കുമ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന് കൈവിലങ്ങ് ഉപയോഗിക്കാം. ഇത് മക്കളെ ഇതിനകത്തുനിന്നൊരു ചോദ്യം വരും, ശ്രദ്ധിച്ചോ. 43-ൽ 3 പ്രകാരം അറസ്റ്റ് ചെയ്യുമ്പോൾ ആരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കൈവിലങ്ങ് ഉപയോഗിക്കുന്നത്? സ്ഥിരം കുറ്റവാളി അല്ലെങ്കിൽ കുറ്റവാസനയുള്ളവർ, സ്ഥിരം കുറ്റവാളി അല്ലെങ്കിൽ കുറ്റവാസനയുള്ളവർ, കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ. സ്ഥിരം കുറ്റവാളി എന്ന് പറഞ്ഞാൽ ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്ന് പറയും. കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയവന്മാർ വീണ്ടും പോകാതിരിക്കാൻ വേണ്ടി ലോക്കപ്പ് ചെയ്യും, വിലങ്ങ് ഹാങ് ഓഫ് ചെയ്യും. പിന്നെ ആസൂത്രിതമായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ, പ്ലാൻ ചെയ്ത് കുറ്റകൃത്യം ചെയ്തവർ, തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്നവർ, മയക്കുമരുന്ന്, അപ്പം നർക്കോട്ടിക് കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ വിലങ്ങ് വയ്ക്കുവേ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ, തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്നവർ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ. ജസ്റ്റ് ഒന്ന് വായിച്ചോളുക. ദെൻ അനധികൃതമായി ആയുധം കൈവശം വെക്കുന്നവർ, കൊലപാതകം, ബലാത്സംഗം, ആസിഡ് ആക്രമണം എന്നീ കുറ്റകൃത്യം ചെയ്യുന്നവർ. അനധികൃതമായി ആയുധം കൈവശം വെക്കുന്നവർ, കൊലപാതകം, ബലാത്സംഗം, ആസിഡ് ആക്രമണം എന്നീ കുറ്റകൃത്യം ചെയ്യുന്നവർ, കള്ളനോട്ടച്ചടി, മനുഷ്യക്കടത്ത്, കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം, രാഷ്ട്രത്തിനെതിരായ കുറ്റകൃത്യം. അപ്പോൾ കള്ളനോട്ടച്ചടി, ലൈംഗിക അതിക്രമങ്ങൾ, കുട്ടികൾക്കെതിരായിട്ടുള്ളത്, മനുഷ്യക്കടത്ത്, രാഷ്ട്രത്തിനെതിരായ കുറ്റകൃത്യം തുടങ്ങിയ ഹീനമായ കൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാടെ, കൈവിലങ്ങ് ഉപയോഗിക്കാം. ആരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കൈവിലങ്ങ് ഉപയോഗിക്കുന്നത് പറയുന്നത് സെക്ഷൻ 43-ൽ 3 നമ്മുടെ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് എമ്പുരാനിലൊരു സീനുണ്ട്. മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കൈവിലങ്ങ് ധരിക്കുന്ന സീൻ, അത് പ്രിയദർശിനി എന്ന ക്യാരക്ടറിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൈവിലങ്ങ് ധരിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അത് പറഞ്ഞു ചെയ്യിപ്പിച്ചത്. കാര്യം അത് ജയലളിതയുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെ ഇതിലോട്ട് ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ചതാണ്. ഓക്കെ, നമുക്ക് എല്ലാ വിഷയത്തിലോട്ട് പോകുന്നില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞതെന്നറിയോ, അവിടെ അവർ സാമ്പത്തിക തിരിമറിയാണ് അവർക്കെതിരെയുള്ള ആരോപണമായിട്ട് പറയുന്നത്. അത് രാഷ്ട്രത്തിനെതിരായ കുറ്റകൃത്യമായിട്ട് പരിഗണിക്കപ്പെടും കേട്ടോ. കാര്യം സാമ്പത്തിക തിരിമറി എന്ന് പറയുന്ന സംഭവം, ഫിനാൻഷ്യൽ ഫോർജറി എന്ന് പറയുന്ന സംഭവം രാഷ്ട്രത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള എന്താ പറയുക ആ ഒരു സംഭവത്തെ തകർക്കുന്നതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പോൾ വിലങ്ങ് വയ്ക്കുന്നതായിട്ടും കാണിക്കും എൻഫോഴ്സ്മെൻറ്റുകാരൊക്കെ പിടിക്കുന്ന സമയത്ത്. സമയം നോക്കുക. ദെൻ 43(4) വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാൻ സാധ്യതയില്ലാത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മരണം സംഭവിക്കാവുന്ന ബലപ്രയോഗം പോലീസ് ഉദ്യോഗസ്ഥൻ പ്രയോഗിക്കാൻ പാടില്ല. തേങ്ങ കട്ട കള്ളനെ പിടിക്കാനായിട്ട് പോയ പോലീസുകാരൻ കള്ളൻ ഓടുമ്പോൾ അവനെ തലയ്ക്ക് വെടിവെച്ചിട്ട് പിടിക്കാൻ പാടില്ല. മനസ്സിലായോ? തേങ്ങ കെട്ടതിന് അവന് കിട്ടുന്ന മാക്സിമം ശിക്ഷ ഒരു 3 വർഷമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്താ, അവനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ലടേ, മരണം സംഭവിക്കാവുന്ന ബലപ്രയോഗം പ്രയോഗിക്കാൻ പാടില്ല. ദെൻ 43(5) ഇത് ഇമ്പോർട്ടൻ്റ് ആണേ. അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴികെ ഒരു സ്ത്രീയെയും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പും അറസ്റ്റ് ചെയ്യുവാൻ പാടില്ല. അപ്പോൾ രാത്രികാലങ്ങളിൽ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്താ അസാധാരണ സാഹചര്യം വന്നാൽ അറസ്റ്റ് ചെയ്യാം, അല്ലാതെ 43(5) പ്രകാരം അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴികെ ഒരു സ്ത്രീയെയും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പും എന്ത് ചെയ്യാൻ പാടില്ല, അറസ്റ്റ് ചെയ്യുവാൻ പാടില്ലാത്തതും അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴികെ. അഥവാ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ എന്ത് ചെയ്യണം, 1ാം ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കേണ്ടതുമാണ്. 1ാം ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കേണ്ടതുമാണ്. സെക്ഷൻ 43 ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റീവൈൻഡ് അടിച്ച് കണ്ടുവരിക കേട്ടോ. ഓക്കെ, അടുത്ത് സെക്ഷൻ 44 അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളയാൾ പ്രവേശിച്ച സ്ഥലത്തിൻ്റെ പരിശോധന. ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു പ്രതി, ഒരു കൊലപാതകി അല്ലെങ്കിൽ ഒരു സൈക്കോ കില്ലർ ഒരു സ്ഥലത്ത് കയറി ഒളിച്ചിരിക്കുക. അപ്പം നമുക്ക് അവിടെ കയറി പരിശോധിച്ചുകൂടെ? കുഴപ്പമൊന്നുമില്ല, പരിശോധിക്കാം. നമ്മൾ കേരള പോലീസ് ആക്ടിൽ ഈ സെക്ഷൻ പഠിക്കും കേട്ടോ. ദെൻ 44(1) അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ വാറന്റ് നടപ്പിലാക്കുന്ന വ്യക്തിയോ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി ഏതെങ്കിലും സ്ഥലത്തിനുള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്ന വിവരം ലഭിച്ചാൽ അവിടേക്ക് പ്രവേശിക്കാൻ ന്യായമായ എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ചുമതലയുള്ള വ്യക്തി ചെയ്തു കൊടുക്കണം. 44(1) വേറൊന്നുമില്ല, ഒരു കൊള്ളക്കാരൻ അല്ലെങ്കിൽ ഒരു കള്ളൻ ഒരു സ്ഥലത്ത് ഒളിച്ചിരിപ്പുണ്ട്, അവനെ പിടിക്കാൻ പോകുന്ന പോലീസുകാരനോ അല്ലെങ്കിൽ വാറന്റ് നടപ്പിലാക്കാൻ പോകുന്ന വേറൊരു വ്യക്തിക്കോ ആ സ്ഥലത്തിൻ്റെ അധികാരി അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയുള്ള വ്യക്തി ന്യായമായ സഹായങ്ങൾ നൽകണം. ഇനി സഹായം നൽകിയില്ലെങ്കിലും കയറിപ്പോയി പിടിച്ചുകൊണ്ട് വരും, അത് വേറെ കാര്യം. ദെൻ 44(2) സംഭവത്രയേ ഉള്ളൂ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് നടപ്പിലാക്കാനുള്ള ഒരു വ്യക്തിയോ 44(1) പ്രകാരം പ്രവേശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തുള്ള പ്രവേശനത്തിനായി ഏതെങ്കിലും വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയോ, അത് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള വ്യക്തിയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ ആയിക്കോട്ടെ, പുറമേയുള്ളതോ അകത്തുള്ളതോ ആയ ഏതെങ്കിലും വാതിലോ ജനലോ കുത്തി തുറക്കുന്നത് നിയമാനുസൃതമായിരിക്കും. അതായത് ഒരു കൊലപാതകി, അയാൾ 3-4 പേര് ഒരു വീട്ടിനകത്ത് ബന്ദിയാക്കി വെച്ചിരിക്കുക. അപ്പം നമുക്ക് ഓപ്പണായിട്ട് അയാളെ കഥ തുറന്ന് തരത്തില്ലല്ലോ നമുക്ക് കയറിപ്പോകാൻ. അപ്പം നമുക്ക് വാതിലോ ജനലോ പൊളിച്ച് കയറേണ്ടി വരും. അത് ചിലപ്പോൾ കൊലപാതകിയുടെ വീടായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വീടായിരിക്കാം, ചിലപ്പോൾ അടുത്തുള്ള വീടുകളിലൂടെ ആക്സസ് എടുക്കേണ്ടി വരും. ഈ സാഹചര്യങ്ങളിലൊക്കെയും ഈ വാതിൽ കുത്തിപ്പൊളിച്ചു എന്ന് പറഞ്ഞ് രണ്ടാമതൊരു കേസ് വരത്തില്ല. നിങ്ങൾ സിനിമയിലെ കണ്ടിട്ടില്ലേ, വാതിൽ ചവിട്ടി തുറന്ന് പോലീസുകാർ പ്രതിയെ പിടിക്കുന്നേ, ആ വാതിൽ പിന്നെ നന്നാക്കി കൊടുക്കാൻ പറയുമോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, അപ്പം 44(2) അതാ പറഞ്ഞത്. എന്ത് ചെയ്യാം, കെട്ടിടമൊക്കെ പൊളിക്കുക, ഡോറ് പൊളിക്കുകയോ വാതിൽ പൊളിക്കുകയൊക്കെ ചെയ്യാം. എന്നാൽ അങ്ങനെയുള്ള ഈ പ്രവേശിക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു വീട്ടിലൂടെ വേണം കയറിപ്പോകാൻ. ആ വീട്ടിൽ ആചാരമനുസരിച്ച് പുറത്തിറങ്ങാൻ പാടില്ലാത്തൊരു സ്ത്രീയുണ്ട്. അത് ആ സ്ത്രീയുടെ ആചാരമാണ്. അത് എന്ത് തരം ആചാരം വേണോ ആയിക്കോട്ടെ, ഇന്ത്യ മൊത്തത്തിലല്ലേ നിയമം ഉണ്ടാക്കുന്നത്, കേരളം മാത്രമല്ലല്ലോ. അപ്പോൾ ആ സ്ത്രീക്ക് എന്താണ്, അവർ ആചാരപരമായിട്ട് അവർ ആ റൂമിരിക്കുന്ന ആളാണ്, അവർ പുറത്തിറങ്ങത്തില്ല. അപ്പോൾ അവർക്ക് നേരത്തെ നോട്ടീസ് കൊടുക്കും, അല്ലെങ്കിൽ അവരോട് പറയും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറണം, നമുക്ക് പ്രതിനെ പിടിക്കാനാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള വ്യക്തിയോ പോലീസ് ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും സ്ഥലം ആചാരമനുസരിച്ച് പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടാത്ത ഒരു സ്ത്രീയുടെ യഥാർത്ഥ കൈവശമുള്ള വാസസ്ഥലമുള്ള മുറിയാണെങ്കിൽ അങ്ങനെയുള്ള മുറിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി അങ്ങനെയുള്ള സ്ത്രീക്ക് അവിടെ നിന്ന് പിന്മാറാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് നോട്ടീസ് കൊടുക്കുക. പിന്മാറാനായി ന്യായമായ ഏത് സൗകര്യവും നൽകുകയും ചെയ്യേണ്ടതുമാണ്. അതിനുശേഷം മുറി കുത്തി തുറന്ന് പ്രവേശിക്കാം. അതായത് അവിടെയുള്ള സ്ത്രീക്ക് അവരുടെ ആചാരം അനുസരിച്ചുള്ള ആ ഒരു സംഭവം നമ്മുടെ പോലീസുകാർ ചെയ്തു കൊടുക്കണം. അത്രയേ ഉള്ളൂ. ദെൻ അതിൽ കൂടുതൽ കഥ പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് കുറച്ച് സമയം പോകും, അതുകൊണ്ട് അതിലോട്ട് തിരിയുന്നില്ല. കാര്യം മനസ്സിലാക്കുക, ഒരു സ്ത്രീ അവിടെ ഉണ്ട്, അവർ ആൾക്കാരെ വെട്ടത്ത് വരാത്ത ഒരാളാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, അവർക്ക് മാറാനുള്ളൊരു സൗകര്യം കൊടുക്കുക. അത്രയേ ഉള്ളൂ. 44(3) ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള മറ്റു വ്യക്തിയോ, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള മറ്റൊരു വ്യക്തിയോ ഏതെങ്കിലും വീട്ടിലോ സ്ഥലത്തോ നിയമാനുസൃതമായി പ്രവേശിക്കുമ്പോൾ
തടഞ്ഞു വെക്കപ്പെട്ട വ്യക്തിയെ മോചിപ്പിക്കുക. ആദ്യം പറഞ്ഞത് ചുറ്റുവട്ടത്ത് കയറി പോകുന്നതാണ്. 44-3 തടഞ്ഞു വെക്കപ്പെട്ട, അത് വാതിലോ ജനലോ എവിടെയും പൊളിക്കാം, അത് തന്നെ പറഞ്ഞു. 44-2 പറഞ്ഞത് ചുറ്റുമുള്ള വീടുകളിൽ കൂടെ കയറി പോകുമ്പോഴാണ്. 44-3 പോകുമ്പോൾ എങ്ങനെയാണ്? തടഞ്ഞു വെക്കപ്പെട്ട വ്യക്തിയെ മോചിപ്പിക്കുന്നതിലേക്കായിട്ട് പുറത്തുള്ളതോ ഉള്ളിലുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും വാതിലോ ജനലോ കുത്തി തുറക്കാം. 44-2 പറഞ്ഞത് പ്രതിയെ പിടിക്കാനായിട്ട് പോകുമ്പോൾ കുത്തി തുറക്കാം. 44-3 ആരെങ്കിലും ബന്ദിയാക്കി വെച്ചിരിക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് വാതിൽ കുത്തി തുറക്കുകയോ ചവിട്ടി തുറക്കുകയോ ഒക്കെ ചെയ്യാം. അതിൻ്റെ പേര് പിന്നെ അതിൻ്റെ ശിക്ഷ വരത്തില്ല. നമ്മൾ BNSലെ മറ്റേ പൊതു ഒഴിവാക്കലുകൾ പറയത്തില്ലേ, ആ സമയത്ത് ഇത് കുറച്ചുകൂടെ ഒന്ന് വിശദമാക്കാം. സെക്ഷൻ 45 കുറ്റക്കാരെ മറ്റ് ആധികാരികതാ പ്രദേശങ്ങളിലേക്ക് പിന്തുടരൽ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്യുവാൻ തനിക്ക് അധികാരമുള്ളയാളെ വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇന്ത്യയിലെ ഏത് സ്ഥലത്തും പിന്തുടരാം. നമ്മുടെ മറ്റേ കുറുപ്പ് സിനിമയിൽ സുകുമാരക്കുറുപ്പിനെ പിന്തുടർന്ന ആ പോലീസുകാരൻ്റെ ക്യാരക്ടർ പോകുന്ന കാണിക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്യാൻ തനിക്ക് അധികാരമുള്ള ആളെ വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ എവിടെ വേണം, അതായത് പ്രതി ഓടിയിട്ടെ തൻ്റെ സ്റ്റേഷൻ അതിർത്തി കഴിഞ്ഞ് തൊട്ടടുത്ത അതിർത്തിയിൽ പോയി നിന്നിട്ട് ഇതെൻ്റെ സ്റ്റേഷൻ അല്ല എന്ന് പറഞ്ഞ് പിടിക്കാതെ വരെയൊന്നുമില്ല കേട്ടോ. ദെൻ സെക്ഷൻ 45 ഇത് പറഞ്ഞേ. 46 അനാവശ്യമായി തടഞ്ഞു വെക്കാൻ പാടില്ല. ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ രക്ഷപ്പെടുന്നത് തടയുവാൻ ആവശ്യമായതിലും കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ല. അതായത് 46 ഇത്രയേ ഉള്ളൂ. നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു, നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചു. നിങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിൽ പൂട്ടിയിടത്തില്ല, നിങ്ങളെ വിലങ്ങ് വെക്കത്തില്ല, അല്ല നിങ്ങളെ പിടിച്ച് കെട്ടിയിടുവോ, ഇല്ല. അതാ പറഞ്ഞേ 46 അനാവശ്യമായ തടഞ്ഞു വെക്കാൻ പാടില്ല. അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ നിർത്തിക്കുവാണ്, ഈ പോലീസ് ഫ്രണ്ടിൽ പോലീസും ഗാർഡും എല്ലാം ഉണ്ട്, അതിനെ വെട്ടിച്ച് എന്തായാലും ഇറങ്ങി ഓടാനൊന്നും പോകണില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അനാവശ്യമായിട്ട് തടഞ്ഞു വെക്കാൻ പാടില്ല. പിടിച്ച് കെട്ടിയിടാനോ അല്ലെങ്കിൽ ലോക്കപ്പിൽ പൂട്ടിയിടാൻ. ചില കേസുകൾക്ക് ലോക്കപ്പ് ചെയ്യാവും, ചില കേസുകൾക്ക് ലോക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങൾ ജോലിയിൽ കയറിയതിനു ശേഷം പഠിക്കുന്നതായിരിക്കും. ശരി, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അറസ്റ്റ് ഓഫ് എ പേഴ്സണിൽ നമ്മൾ സെക്ഷൻ 46 വരെ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ക്ലാസ് നാളെ ഉണ്ടാവും. നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള സെക്ഷൻസ് കൂടെ പഠിക്കാം. അതേപോലെ തന്നെ നാളെ തന്നെ BNSും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സമയത്തിൻ്റെ പരിമിതി ഉണ്ട്, അപ്പോൾ കുഴപ്പമില്ല, കുറച്ച് വൈകിപ്പോയി, എന്നാലും പേടിക്കണ്ട. ഫുൾ ക്ലാസ് നിങ്ങൾക്ക് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് തരാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായിരുന്നാലും നമുക്ക് ഉടനെ തന്നെ ഏതാണ്ട് ഒരു 9-ാം തീയതിയുടെ അകത്ത് തന്നെ മുഴുവൻ ക്ലാസ്സും സെറ്റ് ചെയ്ത് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാക്സിമം നിങ്ങൾക്ക് അത് തന്നിരിക്കും കേട്ടോ, പേടിക്കേണ്ട. 9-ാം തീയതി 10-ാം തീയതിക്കകത്ത് തന്നെ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതും കൂടെ പറയുക. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ കൂടെ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. എൻ്റെ പേര് ആരോമൽ. താങ്ക് യു ഓൾ.